ഈ നിൽക്കുന്ന ആള് അത്ര ചില്ലറക്കാരനല്ല കേട്ടോ. കഴിഞ്ഞ ദിവസം ഞാൻ സൂപ്പർ മാർക്കറ്റിൽ പോയപ്പം 1 കിലോ കാന്താരിയുടെ വില കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. കാര്യം 650 രൂപ വരും. നമ്മുടെ ഈ വീട്ടിൽ നമ്മളിങ്ങനെ വേസ്റ്റൊക്കെ കളയുന്നിടത്ത് കിളുത്ത് തന്നെ ഈ കാന്താരിക്കാണ് ഈ 650 രൂപ വരുന്നത്. എനിക്കിത് ആദ്യത്തെ സംഭവമായിരുന്നു. ഞാൻ ഞെട്ടിപ്പോയി. അപ്പം നമ്മൾ ഇന്ന് കുറച്ച് കാന്താരി പറിക്കാമെന്ന് വന്നിരിക്കുകയാണ്. എനിക്ക് അത്രയ്ക്ക് താല്പര്യമൊന്നും ഇല്ല ഈ കാന്താരി വളർത്തുന്നതിൽ. പക്ഷേ എനിക്കിങ്ങനെ വളർന്ന് നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. ഇത് പണ്ട് നമ്മളിങ്ങനെ കാന്താരിയുടെ കുറച്ച് വിത്ത് കൊണ്ടിട്ട് അങ്ങനെ കിളുത്ത് വന്നതാണ്. എനിക്ക് ഈ വെള്ളയും അതുപോലെ തന്നെ വേറെ കളർ കാന്താരിയേക്കാളും ഇഷ്ടം ഈ കുഞ്ഞൻ കാന്താരി ഇല്ലേ, അതിനാണ് കുറച്ച് എരിവും കൂടുതൽ. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടവും. കഴിക്കാനായിട്ട് വെറുതെ കഴിക്കാനല്ല, ഈ വിനാഗിരിയിലൊക്കെ ഇട്ട് കഴിക്കാൻ, അച്ചാറിൻ്റെ കൂടെ കഴിക്കാനൊക്കെ ഇഷ്ടമാണ്. അതുപോലെ തന്നെ ചില കറികൾക്ക് നമ്മൾ ഈ മുളക് ചേർക്കുന്നതിന് പകരമായിട്ട് കാന്താരി ചേർത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അല്ലേലും ഇതെങ്ങനെയാണ് ഈ കാന്താരിക്ക് ഇത്രയും വില വന്നത്? അതാണ് കേട്ടോ എപ്പോഴും ഞാനിങ്ങനെ വണ്ടർ അടിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വീട്ടിൽ ഇപ്പോൾ ആവശ്യത്തിനും കൂടുതൽ കാന്താരി ഉള്ളതുകൊണ്ട് തന്നെ നമ്മളിതെല്ലാം പറിച്ച് അച്ചാറിടാമെന്ന് വിചാരിക്കുന്നു. മാങ്ങാച്ചാറും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുണ്ടായ പാവയ്ക്കൊക്കെ അച്ചാറിടാൻ പോകുന്നുണ്ട്. അപ്പോൾ അച്ചാറിനിടാനായിട്ട് കുറച്ച് കാന്താരി പറിക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് ഞാനിതിങ്ങനെ വീഡിയോ ആയിട്ട് എടുത്തത്. ഒത്തിരി കാന്താരി ഇങ്ങനെ റെഡ് കളറിൽ നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ പല കളറിൽ ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാട്ടോ. നമ്മൾ വെറുതെ പറിക്കാനായിട്ടല്ല, നമ്മൾ അടുത്ത് പോയി നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും. കാര്യം പല കളറിൽ ഇങ്ങനെ കാന്താരികൾ ഇങ്ങനെ ബൾബ് തെളിച്ച പോലെ, വിളക്ക് കത്തിച്ച പോലെ ഇങ്ങനെ നിൽക്കും. അപ്പം കുറച്ച് കാന്താരിയൊക്കെ പറിച്ചെടുത്തു. അപ്പോൾ എന്നും ഞാൻ മറ്റു ചെടികളുടെയും വീഡിയോസൊക്കെ ഇടുന്ന ആളല്ലേ, അപ്പോൾ നമ്മൾ ഈ കാന്താരിയുടെ വീഡിയോ ആണ് ഇന്ന് ഇട്ടിട്ടുള്ളത്. അപ്പോൾ പിന്നെന്താ, എന്നും പറയുന്ന പോലെ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനോട് അയച്ചു കൊടുക്കണേ.